സുഹൃത്തുക്കളെ, ഈയിടെയായിട്ട് ആര് തന്നെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോയാലും അവർക്കൊരു പ്രത്യേകതരം പേടിയുണ്ട്. ഈ പേടിയെ എങ്ങനെ തകർക്കാം, എങ്ങനെ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇതുമായിട്ട് വരുന്നു നമ്മുടെ നെക്സ്റ്റ് ഐഡിയ ബാസ്. മുറാദാബാദിൽ നിന്ന് ധനഞ്ജയ് ആൻഡ് ഹരിദ്വാറിൽ നിന്നും അഭിമന്യു. നമസ്തേ. നമസ്തേ. ഞങ്ങളുടെ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു സർ. നിങ്ങളുടെ പിച്ചിനായി നിങ്ങൾ റെഡിയാണോ? അതെ സർ. പ്രതീക്, ടൈറ്റൻസ്, നിങ്ങളൊന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീകിനെ കൊണ്ട് ഒരു മിനിറ്റത്തേക്ക് ഞങ്ങളുടെ ഒരു ചെറിയ ഗെയിം കളിപ്പിക്കട്ടെ. പിന്നെന്താ, പ്ലീസ് വരൂ പ്രതീക്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യയുടെ ഒരു നോർമൽ സ്ട്രീറ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് കാർ നിങ്ങളിവിടെ വളരെ സേഫായി പാർക്ക് ചെയ്യണം. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങളുടെ സമയം ഇപ്പൊ തുടങ്ങുന്നു. ഏയ് പറ്റില്ല, അത് ഹോസ്പിറ്റലിലെ ഗേറ്റ് നമ്പർ 4. അവിടെ പാർക്കിംഗ് അലൗഡ് അല്ല പ്രതീക്. അല്ല പ്രതീക്, ഇത് സ്കൂളിന്റെ മെയിൻ ഗേറ്റ് ആണ്. ഇവിടെ സെക്യൂരിറ്റി കാർ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഇത് എവിടെയും സ്ഥലമില്ലല്ലോ. അത് മെട്രോന്റെ കൺസ്ട്രക്ഷൻ സൈറ്റാ പ്രതീക്. അവിടെ വണ്ടി നിർത്തി ടോ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഈ വണ്ടി എന്താ ചെയ്യാ? ഇതിന്റെ സൊല്യൂഷനുമായാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പ്രതീക്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റിയാണിത്. അപ്പോൾ ടൈറ്റൻസ്, ഇപ്പോൾ യാത്രക്കാർക്ക് ദൂരയാത്രയെ കുറിച്ച് അല്ല, ഒരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അവിടെ കാർ എങ്ങനെയാ പാർക്ക് ചെയ്യുക, ആ ടെൻഷനാണ്. എന്നിട്ട് ഈ പാർക്കിംഗ് പ്രോബ്ലം നിങ്ങളുടേതോ എന്റേതോ മാത്രം പ്രശ്നമല്ല. ഇന്നിത് ഒരു നാഷണൽ പ്രോബ്ലം തന്നെ ആയിരിക്കുകയാണ്. ഒരു ലീഡിംഗ് കമ്പനിയുടെ സർവേ നോക്കുമ്പോൾ സാധാരണ ഒരു കാർ ഡ്രൈവർ വർഷത്തിൽ 120 മണിക്കൂർ, അതായത് ഏകദേശം 5 ദിവസം പാർക്കിംഗ് തേടി തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, 5 ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. തിങ്കിങ് അബൌട്ട് ഗിവിംഗ് മോർ ടൈം ടു യുവർ വൈഫ്. അത് മാത്രമല്ല, ശരാശരി ഒരു ദിവസം ഡൽഹിയില് 1 കോടി കാറുകളാ പാർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഒഫീഷ്യലായി പാർക്കിംഗ് സ്ലോട്ട്സിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ 94,000 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ 106 കാറുകളാ പാർക്ക് ചെയ്യാൻ നോക്കുന്നത്. ഏകദേശം ഡൽഹി പോലീസിന്റെ അടുത്ത് ദിവസേന 250-ലധികം കംപ്ലൈന്റ്സ് ആണ് ഈ പാർക്കിങ്ങിനെ കുറിച്ചുള്ള തർക്കങ്ങൾ തീർക്കാൻ വരുന്നത്. ടൈറ്റൻസ്, നിങ്ങൾ പറയൂ, പോലീസ് ലോ ആൻഡ് ഓർഡർ ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ ശർമ്മ സാറിനെയും ചോപ്ര സാറിനെയും കാർ പാർക്കിന്റെ കാര്യം ശ്രദ്ധിക്കണോ? ഏത് തരത്തിലാണ് ഭാരതത്തിന്റെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരുന്നത്? ഓരോ ദിവസവും വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളപ്പോ നമുക്ക് പാർക്കിങ്ങിന്റെ പ്രോബ്ലവും കൂടില്ലേ? അതിനുള്ള ഒരു സൊല്യൂഷനുമായാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമസ്കാരം ടൈറ്റൻസ്, ഞാനാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് ധനജയൻ ഭരദ്വാജ്, റിട്ടയർഡ്. എന്റെ പേരാണ് അഭിമന്യു സിംഗ്. ഞങ്ങൾ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബ്ലിപ്പ് ആപ്പ്. ബ്ലിപ്പ് ലോകത്തിലെ ആദ്യത്തെ ക്വിക്ക് പാർക്കിംഗ് ആപ്പാണ്. ഈ ആപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ കാർ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, വെറും 2 മിനിറ്റ് കൊണ്ട്. ടൈറ്റൻസ്, ഇതുവരെ ഞങ്ങളുടെ ഈ സേവനം ആദ്യം മാൾ, ഹോസ്പിറ്റൽസ്, പിന്നെ സ്മാർട്ട് സിറ്റിയിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഈ സ്വപ്നം, ഒപ്പം ഞങ്ങളുടെ ഈ സേവനം ഭാരതത്തിലെ എല്ലാ തെരുവുകളിലും കോണകളിലും എത്തിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യം 1.5 കോടി 2.5% ഞങ്ങളുടെ കമ്പനിയുടെ ഈക്വിറ്റിക്കാണ്. സോ ടൈറ്റൻസ്, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഈ ഡീൽ സേഫ്ലി പാർക്ക് ചെയ്യാൻ തയ്യാറാണോ? പ്രശ്നം വളരെ ജെന്യൂൻ ആണ് ആൻഡ് ഈ പരിഹാരവും നല്ലതാണ്. കുറച്ചുകൂടി പറയാൻ സാധിക്കുമോ നിങ്ങളുടെ ഈ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച്? ഈ ആപ്പിന്റെ ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഞങ്ങളുടെ ആപ്പിലേക്ക് പോകണം. എന്നിട്ട് ഒരു ഇൻസ്റ്റന്റ് വാലിന് ബുക്ക് ചെയ്യണം. അതിനാദ്യം ആപ്പിലേക്ക് ചെന്ന് നിങ്ങൾ എവിടെയാണോ വണ്ടി നിർത്താൻ തീരുമാനിച്ചത് ആ സ്ഥലം സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ അവിടെ പതുക്കെ എത്തിയാൽ മതി. നിങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളുടെ അറ്റൻഡർ അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. ഇതാ കണ്ടില്ലേ, നിങ്ങളുടെ അറ്റൻഡർ ഓൾറെഡി അസൈൻ ആയി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ പാർക്കിംഗിന്റെ റേറ്റ്സും അറിയാൻ കഴിയും. അവിടേക്ക് ചെന്ന് നിങ്ങളുടെ OTP വെരിഫൈ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ശരിയായ ആൾക്ക് തന്നെ ഐ എം സോ സോറി, ശരിയായ ആൾക്ക് തന്നെയാണോ വണ്ടി കൊടുക്കുന്നതെന്ന് അറിയാം. പാർക്കിങ്ങിന് എപ്പോഴും ഇവിടെ ചീത്ത വിളിയല്ലേ. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്യും. എന്നിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, കാറിന്റെ ഫോട്ടോസും ആപ്പിൽ കാണും. നിങ്ങൾക്ക് കാർ എപ്പോഴാണോ തിരിച്ചു വേണമെന്നുള്ളത് ഗെറ്റ് മൈ കാറിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കാർ വരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാനും പറ്റും. ഞങ്ങളുടെ വാലയുടെ ലൈവ് ലൊക്കേഷനും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് മോഡിൽ വേണമെങ്കിലും നിങ്ങളുടെ പേയ്മെന്റ് നടത്താൻ പറ്റും. ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് റിയലി മാജിക്കൽ. ഇറ്റ് ഈസ് ദാറ്റ് കൺവീനിയന്റ്.
പ്ലീസ് ഈ ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് പറയൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ലേ, നമ്മൾ എപ്പോഴാ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നതെന്ന്, എന്നിട്ട് എന്നാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന്. അങ്ങനെ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ലക്ഷറി കാർ മേടിക്കുന്നത്. I see. ഞാൻ 2018 അത്രത്തോളം പൈസ സേവ് ചെയ്തു, എന്നെ കൊണ്ട് ഒരു ലക്ഷറി കാർ ഈസിയായി മേടിക്കാൻ പറ്റും. ചെന്നൈയിൽ നിന്ന് ഒരു കാറും മേടിച്ചു. എന്നിട്ട് എന്റെ അമ്മയെ ഒരു തവണയെങ്കിലും ആ കാറിലിരുത്തി കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോഴാണ് എന്റെ ഈ പ്രിയ സുഹൃത്ത് സ്റ്റീൽ അതോറിറ്റിയിൽ ജോലി ചെയ്യായിരുന്നു. അവൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഒരുമിച്ച് പോവാമെന്ന്. അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ഫോണാ. ഞാൻ പറഞ്ഞു, അമ്മേ നമ്മൾ കരോൾ ബാഗിലാ ഉള്ളതിപ്പോ, ഇവിടെ ഒരു നല്ല ഇലക്ട്രിക്കൽ മാർക്കറ്റ് ഉണ്ട്, അമ്മയ്ക്ക് അവിടുന്ന് ഞാനൊരു പുതിയ ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞു. അവിടെ ഞാനൊരു 20 മിനിറ്റിന് പാർക്കിംഗ് തേടി, പക്ഷെ കിട്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു നീല കളർ ടീഷർട്ട് ഇട്ട് ഒരു ചേട്ടൻ അവിടേക്ക് വന്ന് നിന്നു. അപ്പൊ പാർക്കിംഗ് ആൾ കിട്ടിയെന്ന് സന്തോഷമായി. അയാൾ റോഡിന്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് കാണിച്ചെന്ന് ഇവിടെ നിർത്തിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെറിയൊരു ടിക്കറ്റും കയ്യിൽ തന്നു. 2 മണിക്കൂറിൽ ഫോൺ മേടിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോ വണ്ടി കാണുന്നില്ല. താഴെയുള്ള ഭൂമി പിളർന്നു പോയതുപോലെ തോന്നി. അയാളോട് കാർ എവിടെയാന്ന് ഞാൻ ചോദിച്ചപ്പോ ചാവി തന്ന് തിരിച്ചാ 40 രൂപയും തന്നിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോന്ന്. നിങ്ങൾ എന്നെ നോക്കിക്കോന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവുക? അയാൾ പറയാ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ. അടുത്ത തവണ നിങ്ങൾ ഒരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ പേപ്പർ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. പാർക്കിംഗ് ഇസ് ആറ്റ് ഓണേഴ്സ് റിസ്ക്. ഞങ്ങൾ ലോക്കലിലുള്ള അതോറിറ്റീസിനെ വിളിച്ചപ്പോൾ കുറെ ആൾക്കാർ വന്നു. ഞങ്ങളുടെ കാർ കളവ് പോയിട്ടില്ല, കാർ അവിടുന്ന് ടോ ചെയ്ത് കൊണ്ടുപോയിരിക്കാം. ഓ, എന്റെ ചോദ്യം എന്തായിരുന്നെന്ന് വെച്ചാൽ പാർക്കിംഗിലുണ്ടായിരുന്ന വണ്ടി എന്തിനാ ടോ ചെയ്തേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നു വരെ കിട്ടിയിട്ടില്ല. അവിടെ എനിക്കൊരു ചെറിയ ഈഗോ ഹേർട്ടായി. ചെറുതായിട്ടോ? അവിടെ ആയിരക്കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നു. ആ പ്രശ്നം എനിക്ക് മാത്രമല്ലല്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് ഞങ്ങളുടെ ഒരു പുതിയ ജേർണി തുടങ്ങി, ഒരു പാസീവ് റിസർച്ചിന്. ഏകദേശം 1.5 കൊല്ലം പാർക്കിംഗ് സർവേയിൽ ഞങ്ങൾ കുറെ റിസർച്ചുകൾ നടത്തി. അപ്പോഴാ ഡേറ്റ കിട്ടിയപ്പോൾ ഞങ്ങളുടെ തല കറങ്ങാൻ തുടങ്ങിയത്. നമ്മുടെ നാട്ടിലെ 93% പാർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നും അൺഓർഗനൈസ്ഡ് ആണ്. കാരണം പാർക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിലുള്ള പാർക്കിംഗ് മാഫിയ ആൾക്കാരാണ്. ഇതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ വലുതായിരുന്നു. അതുകൊണ്ട് അതിനേക്കാളും വലിയൊരു തീരുമാനം ഞങ്ങൾ എടുത്തത്. എന്നാണോ ഞങ്ങളുടെ കയ്യിൽ 1.5 കൊല്ലം വരുമാനമില്ലാതെ ജീവിക്കാനുള്ള കാശ് ഉണ്ടാവുന്നതോ അപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ആപ്പിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ജേർണി. താങ്കൾ നല്ല വരുമാനമുള്ള ഡിഫൻസ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോ യെസ് സർ. ഫാമിലി സപ്പോർട്ട് ചെയ്തോ ഇല്ലേ? ഞാനും അത് ചോദിക്കാനിരുന്നതാ. അമ്മ എന്താ പറഞ്ഞേ? ഞാൻ ആദ്യമായി അമ്മയോട് ഈ കാര്യം പറഞ്ഞത്, അമ്മേ ഞാൻ ജോലി റിസൈൻ ചെയ്ത് പാർക്കിങ്ങിന്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ പോവാന്ന് ഞാൻ പറഞ്ഞു. അമ്മ വളരെ മനോഹരമായി പറഞ്ഞു, നീ നീല ബൾബുള്ള കാർ വിട്ടിട്ട് പാർക്കിംഗ് പണിക്ക് പോകാൻ പോവാണെന്ന്. അപ്പോൾ ഞാൻ ബിസിനസിന്റെ കാര്യം നിങ്ങൾക്ക് വിടുകയാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിരിക്കാം. താങ്ക് യു പ്രതീക്. നമസ്തേ അഭിമന്യു ആൻഡ് ധനഞ്ജയൻ. ഫസ്റ്റ്ലി താങ്ക് യു ഫോർ യുവർ സർവീസ്. എനിക്കറിയേണ്ടത് ഈ നഗരങ്ങളിൽ ശരാശരി എത്ര സമയമെടുക്കും ഈ വാലി കിട്ടാൻ? ആൻഡ് നമ്പർ 2, നിങ്ങൾ മോൾസിലും ഹോസ്പിറ്റലുകളിലും പബ്ലിക് പ്ലേസിലും ഒക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പാർക്കിംഗ് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടായിരിക്കുമല്ലോ പാർക്ക് ചെയ്യുക. അത് എത്ര ദൂരെയാണ് പാർക്ക് ചെയ്യുക? അതുപോലെ നിങ്ങൾ കാർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എത്ര നേരം ഞാൻ അതിനുവേണ്ടി കാത്തു നിൽക്കണം? നിങ്ങൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത ഉടനെ തന്നെ അതിലൊരു മെസ്സേജ് വരും, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ പാർക്കിംഗ് ലൊക്കേഷനിലേക്ക് വരണമെന്ന്. ഓരോ ദിവസം ഡിഫറെന്റ് ലൊക്കേഷനിൽ ഏകദേശം 67,000 കാർ ഞങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ആവറേജ് ടൈം 6 to 7 മിനിറ്റ്. എല്ലാ 500 മീറ്ററിലും ഞങ്ങൾക്ക് ഒരു വാലി എപ്പോഴും അവൈലബിൾ ആണ്. ഞങ്ങൾ അവരെ ബ്ലിപ്പ് അറ്റൻഡന്റ് എന്ന് വിളിക്കും. അവർ ആ ഡ്യൂറേഷനകത്ത് അവിടെ കറക്റ്റ് സമയത്ത് എത്തിക്കോളും. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പീക്ക് അവേഴ്സ് ആണെങ്കിലോ വല്ല ഫെസ്റ്റിവലിന്റെ സമയമോ മൂവി വല്ലതും റിലീസ് ആവുന്നുണ്ടെങ്കിലോ അപ്പോ പിക്കപ്പിന് സമയം എടുക്കില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാർ തിരിച്ചെടുക്കുന്ന സമയമല്ലേ, ആപ്പ് വളരെ സ്മാർട്ടായി കാൽക്കുലേറ്റ് ചെയ്യും. ഡിസ്റ്റൻസ്, സമയം, ട്രാഫിക്, എന്നിട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്ന പാർക്കിംഗ് പാറ്റേൺസും അത് വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യും. 10 മിനിറ്റ് ആവോ 12 മിനിറ്റ് ആവോ 15 മിനിറ്റ് ആവോ കാർ വരാൻ. ബട്ട് ഇതിലുള്ള നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആപ്പ് പറയും കാർ ഇങ്ങോട്ടേക്ക് വരാൻ എത്ര സമയം എടുക്കുമെന്ന്. ആ സമയം നിങ്ങൾ വെയിലത്തോ മഴയത്തോ വന്ന് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ മോളിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയം അവിടെ തന്നെ ചെലവിടാം. ഈ അറ്റൻഡൻസ് ഒക്കെ വെക്കാനുള്ള ചാർജസ് എത്രയാണ്? 20-100 പേരെ വെച്ചാലും പിന്നെ ഇതിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുമോ? പിക്ക് ആൻഡ് ഡ്രോപ്പിന് ഞങ്ങൾ ഏകദേശം 49 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, പ്ലസ് പാർക്കിംഗ് ടിക്കറ്റ് ചാർജസ്. ഞങ്ങൾക്ക് ലോക്കലിലുള്ള എത്ര പാർക്കിംഗ് കോൺട്രാക്ടേഴ്സ് ഉണ്ടോ അവരുമായി ടൈപ്പ് ചെയ്ത് വാലിഡത് വളരെ സിമ്പിളാ. ആ 49 റുപ്പീസ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ റവന്യൂവാ. പാർക്കിംഗ് ടിക്കറ്റിനുള്ള ചാർജ് എന്താണെങ്കിലും അത് പാർക്കിംഗ് കോൺട്രാക്ടറിന് തന്നെ പോകും. ഞങ്ങൾക്ക് ഒരു ഷെയറും കിട്ടില്ല. കാരണം ഇറ്റ്സ് ആഡഡ് റവന്യൂ. കോൺട്രാക്ടറിന്റെ ഷെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മളുമായി വർക്ക് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ഈ 49 റുപ്പീസിൽ 36 റുപ്പീസ് ആ വരുന്ന വാലിയനാണെങ്കിൽ ശമ്പളമായി പോവും. ബാക്കി 13 രൂപ ഞങ്ങളുടേതാണ്. ഇതായിരിക്കും ഞങ്ങളുടെ ബിസിനസ് മോഡൽ. കീഴിലാണോ അതോ തേർഡ് പാർട്ടി? അതെ സർ, അതെ.
ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ കൂടെ എത്ര അറ്റൻഡൻസ് ഉണ്ട്? ഏകദേശം 360 അറ്റൻഡൻസ് ഉണ്ട് സർ. അവർ ഫുൾ ടൈമായി വർക്ക് ചെയ്യാണ്, അതും വിവിധ സ്ഥലങ്ങളിൽ. US-ൽ ഇതേപോലെ മോളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരിതിന്റെ കൂടെ കാർ വാഷ് സർവീസ് കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സർവീസസ് ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കാരണം അതും ഒരു റവന്യൂ മോഡലാണ്. സന്ദേശ് സാർ, താങ്കൾ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് തന്നെ മെന്റർഷിപ്പ് തുടങ്ങിയല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ട്, പക്ഷേ ഇത് താൽക്കാലികമായി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. അതല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ആദ്യം ABCD എഴുതി പഠിച്ചിട്ട് പിന്നെ കാറ്റ് റാറ്റ് ബാറ്റ് ഒക്കെ എഴുതാന്ന് വിചാരിച്ചു. ശരിയായ കാര്യമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ നല്ലതാണ്. ആദ്യം നമുക്ക് മാർക്കറ്റ് സർവേ ഒന്ന് നോക്കാം. ഇവരുടെ ഓഫറിന് ഒരു കോൺഫിഡൻസ് വേണ്ടേ? ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് വല്ലാതെ മേലേം താഴെയും പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. ഓ, വെരി ഗുഡ്. 94% ആളുകളും ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്നു. സാർ, ഇനി നമുക്ക് വാല്യുവേഷന്റെയും നമ്പേഴ്സിന്റെയും കാര്യം സംസാരിക്കാം. FY24-ൽ ഞങ്ങളുടെ ARR 1.69 crores ആയിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് 5.2 crore. ഈ വർഷം ഞങ്ങൾ 18 കോടിയിൽ ക്ലോസ് ചെയ്യാനാ പ്ലാൻ. എന്തായി പറയുന്നേ? അപ്പോ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് ഇപ്പോ? കഴിഞ്ഞ വർഷം പ്രീ സീരീസ് A റൗണ്ട് ഞങ്ങൾ നവംബറിൽ ലോഞ്ച് ചെയ്തിരുന്നു സർ. ഏകദേശം 650 കോടിയുടെ കാക്ടസ് പാർട്ട്ണർ, വി ഫൗണ്ടർ സർക്കിൾ, വി കാറ്റ്സ്, പിന്നെ മാർവ ഫാമിലി ഓഫീസ് എല്ലാവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ. 4 കോടിക്ക് ഞങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് റൗണ്ട് ഉണ്ട് സർ. അതിൽ 2 കോടി കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒക്സാന ക്യാപിറ്റലുമായി. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് 7 കോടിയാണ് ചോദിക്കുന്നത്, അതും 2.5% ഈക്വിറ്റിയിൽ. ശരി, അപ്പോ കഴിഞ്ഞ മാസത്തെ ലാഭനഷ്ട കണക്ക് പറ. കഴിഞ്ഞ മാസം ഞങ്ങൾ 72 ലക്ഷത്തിലാണ് സർ ക്ലോസ് ചെയ്തത്. അതിലൊരു 27 ലക്ഷം ഞങ്ങൾക്ക് ബേൺ ആയിരുന്നു. ഈ മാസം ഞങ്ങൾ 1 കോടിയുടെ MRR തീർച്ചയായും ക്രോസ് ചെയ്യും സർ. അപ്പൊ ഞങ്ങളുടെ ബേൺ ഏകദേശം 25 ലക്ഷത്തിന്റെ അടുത്ത് വരും സർ. അപ്പോ നിങ്ങളുടെ B2C റവന്യൂ അത് എത്രയാണ്? അർജുൻ, ഞങ്ങൾ ഡയറക്റ്റ് ആയി കസ്റ്റമേഴ്സിന് ഈ സർവീസ് കൊടുക്കാറില്ല. ഇപ്പൊ ഞങ്ങൾ B2B2 മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ B2Cയിലേക്ക് പോകാനുള്ള പ്ലാൻസ് ഉണ്ട്. തീർച്ചയാണോ? അതെ, തീർച്ചയായും. നിങ്ങൾ B2B2Cയിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എത്തും. ഇനി നിങ്ങൾ B2Cയിലേക്കാണ് പോകുന്നതെങ്കിൽ ലോജിസ്റ്റിക്കലി അതൊരു പേടി സ്വപ്നമാണ്. അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ഇനി നിങ്ങൾ രണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ എം ഔട്ട്. ഓക്കെ. ഈ ഏരിയയിൽ എനിക്ക് അധികം പരിചയമില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് എനിക്ക് കാര്യമായി ഒന്നും നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയാണ്. പക്ഷേ ഇവരുടെ ബിസിനസ് ഐഡിയയും അതുപോലെ ബിസിനസ് മോഡലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. റൈറ്റ്. ശൈലി മാഡം, ഞാൻ എന്തായാലും നിങ്ങളുടെ യൂസർ ആവും, പക്ഷെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതൊന്നും എനിക്കറിയില്ല, ഇത് എന്റെ അറിവിലുള്ളതല്ല. പക്ഷെ പുറത്തുനിന്ന് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അർജുൻ, ഇതുവരെയായിട്ടും B2C ലോഞ്ച് ആയിട്ടില്ല. B2Cയിലായിരിക്കും കൂടുതൽ ബേൺ ആവുക എന്ന് എനിക്ക് തോന്നുന്നു. B2C ലോഞ്ച് ആയി ബിസിനസ് മോഡ് ക്ലിയർ ആകുന്നത് വരെ നിങ്ങളോടൊപ്പം കൈകോർക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി സന്ദേശ് ജി, താങ്കൾ പറയൂ. അപ്പോ ഞാൻ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഐ എം ഓക്കെ വിത്ത് യുവർ കറന്റ് ഇവാലുവേഷൻ. ഷുവർ സർ. ഇവാലുവേഷനിൽ ഒരു നെഗോസിയേഷൻ അതാണ് ഇല്ലേ? എനിക്ക് അല്ല, അറിയേണ്ടത്. അതെന്താന്ന് വെച്ചാ ഇവർ ഓൾറെഡി പറഞ്ഞു 3.5 കോടി അവർ കറന്റ് വാല്യുവേഷനിൽ എടുത്തിട്ടുണ്ട്. ഇനിയും നെഗോസിയേഷൻ നടത്തി വാല്യുവേഷൻ താഴെ കൊണ്ടുവന്ന് അവരെ ഒരു സ്പോട്ടിൽ ഇടുന്നത് Thank you so much. അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും. Very right, very Very true. good, very good. I think it's a very fair offer. നിങ്ങൾ കൈകോർക്കാൻ തയ്യാറാണോ? അതെ. എന്നാ മുന്നോട്ട് വരൂ. താങ്ക് യു ടൈറ്റൻസ്. താങ്ക് യു വെരി മച്ച്. All the best. ഐ തിങ്ക് B2B2C ആണ് ബെറ്റർ എന്നാണ്. B2C ഒരു Wait. ദുരന്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, Existing അത് model വളരെ is massive very ആണ്. good. മാത്രമല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്.